നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം രാത്രി ഏകദേശം 2 മണിയായി കാണും. ഞങ്ങൾ നിൽക്കുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ്. ആലുവയിൽ നിന്നും കോഴിക്കോട്ടേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഒരു വീഡിയോ ചിത്രീകരിക്കാനുണ്ട്. കുറേ നേരം ഞങ്ങളവിടെ ഇരുന്നു. ഒരുപാട് ട്രെയിനുകൾ അവിടെ നിന്നും പാസ് ചെയ്തു പോയി. രാത്രിയായാലും ചൂടിനൊരു രക്ഷയുമില്ലായിരുന്നു. അമിതമായ ചൂട് കൊണ്ടാവാം കുറേ ആൾക്കാർ ഓടിപ്പോകുന്നത് കണ്ടു. പിന്നീടാണ് മനസ്സിലായത് ഓടിപ്പോകുന്ന ട്രെയിനിൽ ചാടിക്കയറാനായി അവർ ഓടിയതായിരുന്നു എന്ന്. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ട്രെയിനിന്റെ സ്പീഡ് കൂടുന്തോറും വേഗത കൂടുന്നു എന്നുള്ളത്. പറഞ്ഞു തീരും മുമ്പേ ഞങ്ങളുടെ ട്രെയിൻ വന്നു കഴിഞ്ഞു. പെട്ടെന്ന് ക്യാമറ ബാഗിലാക്കി ചാടിപ്പിടിച്ച് വണ്ടിയിൽ കയറി. വളരെ കുറഞ്ഞ ചെലവിൽ ടിക്കറ്റ് എടുത്ത് വിശാലമായി കാലം നീട്ടിയിരുന്ന് പോകാമെന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ. പക്ഷേ അവിടെയും പൂമ്പല് പറ്റി. എന്തായാലും പറ്റിയത് പറ്റി. ഇനി ഇങ്ങനെയുള്ളൊരു പറ്റൽ ഇനി ഒരിക്കലും സംഭവിക്കില്ലേ എന്ന് ഉള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ. സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്തിടത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അവിടെ ചിലർ താഴെ കിടന്ന് ഉറങ്ങുന്നു, ചിലർ നിന്നുറങ്ങുന്നു, ചിലരെ സപ്പോർട്ട് ചെയ്ത് കിടന്നുറങ്ങുന്നു. പല ഉറക്കങ്ങളും ഞങ്ങൾ അവിടെ കണ്ടു. ഇപ്പോൾ സമയം വെളുപ്പിനെ 3:30 മണി. വണ്ടി കോഴിക്കോട് എത്തുമ്പോൾ 6 മണിയോളമാവും. വളരെ വിഷമത്തോടെയാണെങ്കിലും അതൊന്നും ഞാൻ ക്യാമറയുടെ മുന്നിൽ കാണിച്ചില്ല. ഈ താഴെ ഇരിക്കുന്നത് രാജേഷാണ്. ഞങ്ങൾക്കാർക്കും കാണാൻ പറ്റാത്തത്രേ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുകയാണ് അദ്ദേഹം. സമയം ഒരുപാട് കഴിയും തോറും കാഴ്ചകൾ മങ്ങി വരുന്നത് പോലെ തോന്നി. അപ്പോഴാണ് അടുത്ത് നിൽക്കുന്ന മൊട്ടച്ചേട്ടനെ കണ്ടത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അദ്ദേഹം പുറത്തെ കാഴ്ചകൾ കാണുകയാണെന്നേ തോന്നുകയുള്ളൂ. പിന്നീടാണ് എതിർവശത്തെ കണ്ണാടിയിലൂടെ ഞാൻ ആ കാഴ്ച കണ്ടത്. ഒറ്റക്കാലിൽ നിൽക്കുന്ന കൊക്കിനെ പോലെ അദ്ദേഹം നിന്നുറങ്ങുകയാണ് എന്നുള്ളത്. ഉറക്കത്തിന്റെ കാഠിന്യം ഞങ്ങളെ വല്ലാതെ അലട്ടി. പെട്ടെന്നാണ് ഒരു തീരുമാനമെടുത്ത് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയത്. ട്രെയിനിൽ നിന്നും കുറ്റിപ്പുറം എന്നുള്ള സ്ഥലത്ത് ഇറങ്ങിയതിനു ശേഷം അവിടുന്ന് നേരെ ബസ്സിലാണ് ഞങ്ങൾ പിന്നീടുള്ള യാത്ര. ഇപ്പോൾ സമയം രാവിലെ 6:30 മണിയായി. രാജേഷ് നല്ല ഉറക്കത്തിലാണ്. ഇനി കോഴിക്കോടേക്കെത്താൻ ഇനി 1 മണിക്കൂറോളം യാത്രയുണ്ട്. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും കോഴിക്കോടെത്തി. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി. നേരെ ഇറങ്ങി ചെന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു. വളരെ വിശാലമായ വലിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. വണ്ടികൾ അവിടെ ഇവിടെയായി നിരത്തിയിട്ടിരിക്കുന്നു. ഇപ്പോൾ സമയം രാവിലെ 7:30 മണി. ഉറക്കമുളച്ച് യാത്ര ചെയ്തതുകൊണ്ടാവാം രണ്ടുപേരുടെയും മുഖം ഹനുമാൻ സ്വാമിയെ കണക്ക്. അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്ന് ചൂട് കട്ടൻ വാങ്ങി കുടിച്ചു. പല്ല് തേക്കാതെ കട്ടൻ കുടിക്കുന്നത് ഒരു പ്രത്യേക സുഖമാണ്. അപ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത്. വിവിധ ഇനം പലഹാരം കടയുടെ മുന്നിലായി നിരത്തി വെച്ചിരിക്കുന്നു. കടയുടമയുടെ കരവിരുത് അതിഗംഭീരം തന്നെ. അവിടെ നിന്നും ഞങ്ങൾ സ്റ്റാൻഡിന്റെ മറുവശത്തുള്ള സ്റ്റോപ്പിലേക്ക് പോയി. ഈ സ്ഥലത്താണ് നമുക്ക് പോകേണ്ട ബസ്സുകൾ നിർത്തുന്നത്. കുറച്ചു സമയങ്ങൾ നിന്നപ്പോഴേക്കും നമുക്ക് പോകേണ്ട ബസ് വന്നു. അതിലേക്ക് ഞങ്ങൾ ചാടിക്കേറി. അധികം തിരക്കില്ലാത്തൊരു പ്രൈവറ്റ് ബസ്. റോഡിൽ കുണ്ടും കുഴികളും കുറവാണെങ്കിലും വണ്ടി നന്നായി കുലുങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം പുറം കാഴ്ചകൾ കണ്ട് അങ്ങനെ അങ്ങിരുന്നു. വണ്ടിയിലധികം തിരക്കില്ലെങ്കിലും വളരെ തിരക്കുള്ള പോലെയാണ് കണ്ടക്ടറുടെ ഭാവം. രാവിലെ മുതലേ രാജേഷിന് എന്തോ ഒരു മനപ്രയാസം പോലെ. ഞാൻ വിചാരിച്ചു ഉറക്കത്തിൽ നിന്നും തട്ടി ഉണർത്തിയതിൻ്റെ ദേഷ്യമാണെന്ന്. പിന്നീടാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. രാവിലെ പ്രഭാത കർമ്മങ്ങളൊന്നും ചെയ്യാതെ വന്നപ്പോഴുണ്ടായ മൂഡ് ഓഫാണ്. വണ്ടിയുടെ അമിതമായ കുലുക്കം കാരണം പ്രഭാത കർമ്മങ്ങൾ വണ്ടിയിൽ തന്നെ ആകുമോ എന്നുള്ള സംശയമായി. എന്നാൽ അതിശയമെന്ന് പറയട്ടെ, അപ്പോഴേക്കും നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങി. രാജേഷ് അവിടെ ഇനി എങ്ങോട്ട് പോകണമെന്ന് അവരോട് നിർദ്ദേശം ചോദിക്കുകയാണ്. പറവള്ളി എത്തി. അല്ല സോറി, നമ്മളിപ്പോ കൊടുവള്ളി എത്തി. ബീച്ച് ഓഫീസിന്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. വയനാട് ഇവിടുന്ന് പുറത്തേ ഉള്ളൂ. വയനാട് നമ്മളിപ്പോ കൊടുവള്ളി എത്തി. ഇവിടുന്നിപ്പോ വയനാട്ട് എത്താൻ എനിക്ക് വന്ന് 60 കിലോമീറ്റർ ആണ്ടേ ഉള്ളൂ. വയനാടല്ലേ നമ്മൾ പോകുന്നത്? അല്ല, നമ്മള് വെക്കാറ്. വയറ്റിൽ വൈക്ലഭ്യമുണ്ടെങ്കിലും തമാശയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു. ഇതാണ് രാജേഷ് പറഞ്ഞ കൊടുവള്ളി എന്ന സ്ഥലം. കോഴിക്കോട് നിന്നും വയനാടേക്ക് പോകുന്ന വഴിയിലാണ് ഈ സ്ഥലം. ഇവിടെയാണ് നമ്മൾ വീഡിയോ ചിത്രീകരിക്കാൻ വന്നിട്ടുള്ളത്. ഇവിടെ നിന്നും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് രാജേഷ് വിളിച്ച് ചോദിക്കുകയാണ്. വിളിച്ച് സംസാരിച്ചപ്പോഴാണ് കഥ മാറിയത്. ഇവിടെ നിന്നും ഇനിയും ഒരു 7-8 കിലോമീറ്റർ അടുത്ത ബസ് കയറി പോകേണ്ടതായിട്ടുണ്ട്. അവർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടന്നു. എന്തായാലും വല്ലാത്തൊരു യാത്രയാണ് ഇത്.
അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി സ്ഥലം പിടിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ആ സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി. ഈ സ്ഥലത്തേക്കാണ് അവർ ഓട്ടോ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ കുറേ ദൂരം നടന്നു. അപ്പോഴേക്കും ഓട്ടോ വന്നു. അങ്ങനെ ഞങ്ങൾ ആ ഓട്ടോയിൽ ചാടിക്കേറി കുറച്ചു നേരം പുറം കാഴ്ചകൾ കണ്ടങ്ങിരുന്നു. വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു ഞങ്ങൾ ആസ്വദിച്ചത്. ചുരങ്ങൾ കയറിപ്പോകുന്ന പോലുള്ള ഏർപ്പിന്നുള്ള വളവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളുമാണ് ആ വഴിയിലൂടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അതെ, ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഇത് വളരെ ഉൾക്കാടിലൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. ഉള്ളിലൊരു ഭയം വെറുതെ ഉണ്ടെങ്കിലും അവിടെ ഇവിടെയായി വീടുകൾ കാണുമ്പോൾ ഒരു ആശ്വാസമുണ്ടായിരുന്നു. എന്തായാലും ഈ യാത്രയൊരു അവിസ്മരണീയ യാത്ര തന്നെ. ശരിക്കും ഇവിടം ഒരു ഉൾഗ്രാമമാണ്. അവിടെ തണുത്ത പ്രതീതിയും അങ്ങങ്ങായി കുഞ്ഞരുവികളും തണുത്ത കാറ്റുമൊക്കെയാണ് ഇവിടുത്തെ അന്തരീക്ഷം. വളരെ തണുത്ത അന്തരീക്ഷം. ഇതിലൂടെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക വൈബാണ്. ഒടുവിൽ ഞങ്ങൾ ആ സ്ഥലത്തെത്തി. അങ്ങനെ വണ്ടിയിൽ നിന്നും ഇറങ്ങി പരിസരമാകെയൊന്ന് നോക്കി. ഇതാണ് ഞങ്ങൾ വന്ന ചുമന്ന വണ്ടി. അപ്പോഴേക്കും ആ അമ്മ താഴേക്ക് ഇറങ്ങി വന്നു. ഞങ്ങളോട് കുശലങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഞങ്ങളെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോയി. ഒരു ചെറിയ കുന്ന് കയറി വേണം അവരുടെ വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറി ചെന്നു. അവരുടെ വീട് വളപ്പിനോട് ചേർന്ന് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ഇതാണ് അവരുടെ വീട്. ചുമരുകളൊന്നും തേൽക്കാത്ത വെട്ടുകല്ലാൽ നിർമ്മിതമായ വീടാണ് ഇത്. അങ്ങനെ ഞങ്ങൾ വീടിന്റെ ഉള്ളിലേക്ക് കയറി. പറഞ്ഞു തീരും മുമ്പേ ആ അമ്മ പലഹാരങ്ങളുമായി ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു. അതിമനോഹരമായ ചായ. ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി പോകാനുള്ള സമയമാണ്. ഞങ്ങൾ വന്ന വണ്ടിയിൽ തന്നെ തിരിച്ചു കയറി. അതിമനോഹരമായ കാഴ്ചയുടെ വിസ്മൃതിയിലാണ് ഞങ്ങളിപ്പോൾ. ഇത്രയും നേരം ഞങ്ങളെ കേട്ടിരുന്ന നിങ്ങൾക്ക് 1000 നന്ദി. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.